أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ബനി ഔദറ ഗോത്രത്തിൽപ്പെട്ട 3 ആൾക്കാർ കടന്നു വന്നു. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെ നബിയുടെ മുമ്പിൽ വന്ന് ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ വിശ്വസിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത ശേഷം അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭയം ചോദിച്ചു. നമുക്ക് കൂടി സംരക്ഷണം നൽകണമെന്ന് റസൂലിനോട് ആവശ്യപ്പെടുമ്പോൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നവരെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല മുസ്ലിം പൊതുസമൂഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലുണ്ടായിരുന്ന വിശ്വാസികളോട്, നിങ്ങൾ ആരെങ്കിലും ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഈ 3 ആൾക്കാരുടെയും സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ കുറഞ്ഞ നാളുകൾ പിന്നിടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു സൈനിക നീക്കത്തിൽ ഈ കൂട്ടത്തിൽ നിന്നൊരാൾ സേവനമനുഷ്ഠിക്കുകയും അയാൾ രക്തസാക്ഷിയായി മരണപ്പെടുകയും ചെയ്തു. പിന്നെയും അല്പം നാളുകൾക്ക് പുറത്ത് റസൂലിൻ്റെ ഒരു സൈനിക സേവനത്തിൽ രണ്ടാമതൊരാളും പങ്കെടുക്കുകയും വിരോചിതം ആ മനുഷ്യനും രക്തസാക്ഷിയാവുകയും ചെയ്തു. പിന്നെ ഏറെ നാൾ കടന്നുപോയി. 1 വർഷത്തിലേറെ കഴിഞ്ഞ ശേഷം തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ 3-ാമത്തെ ആൾ രോഗാതുരനായി തികച്ചും സാധാരണമായ നിലയിൽ മരണപ്പെട്ടു. ഒരുപാട് ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് നബിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, നബി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിൽ എന്നോടൊപ്പം അങ്ങ് അഭയം കൊടുക്കാൻ പറഞ്ഞ് ഒപ്പം ചേർത്ത 3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർക്ക് പരലോകത്ത് കിട്ടിയ പദവികളും ഞാൻ കണ്ടു. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ് നബിയെ, അവിടെ ഏറ്റവും ഉന്നതമായ പദവിയിൽ കഴിയുന്ന വ്യക്തി എന്നുള്ളത് സാധാരണമായി രോഗം ബാധിച്ച് കിടക്കയിൽ കിടന്ന് മരിച്ച മനുഷ്യനാണ്. രക്തസാക്ഷികളെക്കാളും മുകളിൽ സ്ഥാനം കിട്ടിയതായി എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട് നബി ഇങ്ങനെ ഒരു സ്വപ്നം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹേ തുൽഹ, എന്തുകൊണ്ട് നീ അങ്ങനെ ചോദിച്ചു? ഫമാ അൻകർത മിൻ ദാലിക്, ഇതിലെന്താ അത്ഭുതപ്പെടാനുള്ളത്? ഇതിലെന്താണ് നിനക്ക് അത്ഭുതപ്പെടാനുള്ളത്? അള്ളാഹുവിൻ്റെ ദീനിൽ സുദീർഘമായൊരു കാലഘട്ടം ഒരു മനുഷ്യൻ ജീവിക്കുക, ലൈസ അഹദുൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ മുഅ്മിനിൻ യുഅമ്മറു ഫിൽ ഇസ്ലാം ബിതസ്ബീഹത്തിൻ വതഹ്ലീലത്തിൻ വതക്ബീറ. കൂടുതൽ കാലം ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീനിൽ ജീവിക്കുകയും അയാൾ തക്ബീറുകളും തഹ്ലീലുകളും അതോടൊപ്പം തസ്ബീഹുകളും അടങ്ങുന്ന ദിക്റുകളും നമസ്കാരങ്ങളും നോമ്പുകളും അത് ഖുർആൻ പാരായണങ്ങളുമായി കൂടുതൽ കാലം ജീവിക്കുന്ന മനുഷ്യനേക്കാൾ മറ്റുള്ളവർ എങ്ങനെയാണ് ഉത്തമരാവുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ റസൂൽ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യം. വളരെ ലളിതമായി പറഞ്ഞാൽ രക്തസാക്ഷിയുടെ മരണത്തെ ചെറുതായി കാണുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഒരു രക്തസാക്ഷിയെക്കാളും ഈ മനുഷ്യന്റെ ജീവിതം 1 വർഷം കൂടി നീണ്ടിട്ടുണ്ട്. മറ്റൊരു വിവാദത്തിൽ കാണാൻ കഴിയും, ആ മനുഷ്യൻ ഈ പറഞ്ഞ സുഹൃത്തുക്കളെല്ലാം കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹം നമസ്കരിച്ചിട്ടുണ്ടാവില്ല 1 വർഷക്കാലം.
ആ ഒരു വർഷത്തെ നമസ്കാരം ഒരു വിഭാഗത്തിൽ കാണാൻ 6000 റക്അത്ത് ആ മനുഷ്യൻ നമസ്കരിച്ചിട്ടുണ്ടാവില്ലേ? നിസ്കാരം ഫർള് നമസ്കാരവും സുന്നത്ത് നമസ്കാരവുമായിട്ട് 6000ത്തോളം റക്അത്ത് ആ മനുഷ്യൻ പിന്നിട്ട് ഒരു വർഷക്കാലം കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടാകും. ഒരു വർഷം കടന്നുപോയല്ലോ, അയാൾ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർഷക്കാലം കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളും ഒരുപാട് തക്ബീറുകളും തഹ്ലീലുകളും ഖുർആൻ പാരായണങ്ങളും ആ മനുഷ്യൻ സമ്പാദിച്ചിട്ടുണ്ടാകും. അങ്ങനെ ദീർഘകാലം ജീവിക്കുകയും ആ ജീവിതത്തിന്റെ കാലഘട്ടങ്ങൾ അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുകയും ചെയ്യുന്ന മനുഷ്യനേക്കാൾ ഉത്തമനായിട്ട് ആരാ ഉള്ളത് എന്നാണ് റസൂലുള്ളാഹി ചോദിക്കുന്നത്. ഇവിടെ 2 കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, രക്തസാക്ഷിയുടെ മരണത്തെ നിസ്സാരമായി കാണുകയല്ല. പക്ഷെ ഇസ്ലാമിന്റെ ലക്ഷ്യം രക്തസാക്ഷിത്വമല്ല. ഒരു മുസ്ലിമിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടണം എന്നതാകാൻ പാടില്ല ഒരു മനുഷ്യന്റെ ടാർഗറ്റ്. രക്തസാക്ഷിത്വത്തിന്റെ മഹത്വത്തെ നിസ്സാരമായി കാണുന്നില്ല. ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പോരാടേണ്ടത്. ജീവിതമാണ് മെയിൻ. രക്തസാക്ഷിത്വം ആഗ്രഹിക്കാത്ത ഒരു സ്വഹാബി നമുക്കിടയിൽ കടന്നുപോയിട്ടില്ല. പക്ഷെ അവരെല്ലാം യുദ്ധത്തിനിറങ്ങുമ്പോഴും ശത്രുവിനെ വെട്ടിവീഴ്ത്താനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അവരെ മുമ്പിൽ പോയി നിരായുധരായി നിന്നു കൊടുത്തിട്ട് എന്നെ ആരെങ്കിലും കൊന്നു തരൂ, ഞാനൊന്ന് രക്തസാക്ഷിയാകട്ടെ എന്ന് പറഞ്ഞിട്ടില്ല ഒരാളും. അങ്ങനെയല്ല, അതിന് രക്തസാക്ഷിത്വം എന്ന് പറയാൻ കഴിയില്ല. അത് ആത്മഹത്യയെന്ന് കണക്കാക്കുകയുള്ളൂ ഇസ്ലാമിൽ. എന്ന് പറയാൻ ജീവിക്കാനാണ് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നത്. ജീവിക്കണം. എത്ര കാലം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ അത്രയും കാലം അവൻ ജീവിക്കാൻ ആഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാ? അള്ളാഹുവിന് കൂടുതലായി വഴിപ്പെടാൻ വേണ്ടിയിട്ട്. എന്ന് മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരെന്ന് നബിയോട് ചോദിച്ചപ്പോ, മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യരാരാണെന്ന് ചോദിക്കുമ്പോൾ റസൂല് പറഞ്ഞത്, ആയുസ് നീട്ടിക്കിട്ടുകയും ആ നീട്ടിക്കിട്ടിയ ആയുസ് അള്ളാഹുവിന് വഴിപ്പെടാൻ വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുക, ആ ജീവിക്കുന്ന കാലം മുഴുവൻ അള്ളാഹുവിന് വഴിപ്പെടാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് വലിയ മഹത്വം ഉണ്ടാക്കും. രക്തസാക്ഷിയാകുന്നതിനേക്കാൾ മഹത്വം ഉണ്ടാകും കൂടുതൽ കാലം അള്ളാഹുവിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോ. ഇതവിടെ പറഞ്ഞത് ഈ ഹദീസിൽ നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഈ യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കും അത് നമുക്ക് വരുന്നൊരു ആശങ്കയുണ്ട്. കാരണം ലോകത്ത് കടന്നുപോയ മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ചെറിയ മനുഷ്യർ, ഇത്തിരി കുഞ്ഞന്മാർ എന്ന് പറയാവുന്ന വിധം പ്രകൃതി കൊണ്ടും ആയുസ് കൊണ്ടും ഏറ്റവും ചെറിയവരാണ് നമ്മൾ. ഏറ്റവും ചെറിയ ആൾക്കാരാ. ആദം നബിയെ സൃഷ്ടിക്കുമ്പോ 60 അടി ഉയരമാണ് ആദം നബിയുടെ ഉയരം. 60 അടി ഉയരമുണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിന്. ആദം നബി അലൈഹി ഇസ്ലാമും സമീപകാലത്ത് വന്നവരും 1000-900 വർഷങ്ങൾ ജീവിച്ചു. ഇവിടെ ശേഷം വന്നവർ 700-800 വർഷങ്ങൾ ജീവിച്ചു. അങ്ങനെ 500-400-300 വർഷങ്ങൾ ജീവിച്ചവരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പിന്നിട്ട് പോയ കാലഘട്ടത്തെ മനുഷ്യർ നമ്മളെക്കാളും ആകാരപടി ഉള്ളവരും ശാരീരികക്ഷമതയുള്ളവരും വലിപ്പമുള്ളവരുമായിരുന്നു എന്നതിനുപരിയായിട്ട് അവർക്ക് വലിയ ആയുസ്സുകളും ഉണ്ടായിരുന്നു. സുദീർഘമായ കാലഘട്ടങ്ങൾ ജീവിച്ച് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളാണെങ്കിലോ നമ്മുടെ ശരാശരി ഉയരമെന്നുള്ളത് വലിപ്പമെന്നുള്ളത് 6-നും 7-നും ഇടയിൽ മാത്രം അടിയാണ്. 6 അടിയുടെയും 7 അടിയുടെ ഇടയിൽ മാത്രം ശരാശരി ഉയരവും 60-നും 70-നും ഇടയിൽ മാത്രമാണ് എന്റെ സമുദായത്തിന്റെ ശരാശരി പ്രായമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 60-നും 70-നും ഇടയിൽ മാത്രം ശരാശരി പ്രായമുള്ളവരാണ് നമ്മൾ. അത്രേ ഉള്ളൂ. അത് കടന്നു പോകുന്നവർ കുറവ് തന്നെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 70 പിന്നിട്ടവർ കുറവാണെന്നാണ് റസൂൽ പറയുന്നത്. അപ്പൊ അത്രയും വളരെ ചെറിയൊരു കാലഘട്ടമേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവരോ നൂറ്റാണ്ടുകൾ പിന്നിട്ടവരാണ്. ആ സമൂഹത്തോട് കിടപിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയൊരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഒരു ഹദീസിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ സംഭവത്തിൽ അവിടെ പറഞ്ഞുവല്ലോ, ആ മനുഷ്യൻ എന്തുകൊണ്ട് ഷഹീദുകളെക്കാൾ മുമ്പിൽ വന്നു? അയാൾ 1 വർഷം നമസ്കരിച്ചു. 1 വർഷത്തിൽ റമദാൻ കടന്നു വന്നപ്പോൾ നോമ്പനുഷ്ഠിച്ചു. അതുപോലെ ലൈലത്തുൽ ഖദ്ർ ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടാകുമല്ലോ എന്ന്. ആ ലൈലത്തുൽ ഖദ്ർ ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടാകുമല്ലോ എന്ന് അവിടെ എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിക്കപ്പെടുന്നു. മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു റിവായത്ത് അങ്ങനെയും വരുന്നുണ്ട്. ആലോചിക്കേണ്ടപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ മനുഷ്യന്മാർക്ക് വെച്ച വലിയ ഓഫറാണ് ലൈലത്തുൽ ഖദ്ർ. നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ എന്ന ഒറ്റ രാത്രിയുടെ പവിത്രത കൊണ്ടാണ് ഈ മാസം മുഴുവൻ പോലിഷിയാക്കപ്പെട്ടത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അവതീർണമായത് വിശുദ്ധ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയിലാണ്. അറിയുമോ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെ കുറിച്ച്? അത് 1000 മാസങ്ങളെക്കാളും പോരിശയുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. 1000 മാസങ്ങളെക്കാൾ പോരിശയാക്കപ്പെട്ട രാത്രി, ഒറ്റ രാത്രി. അതിന് 1000 മാസങ്ങൾ എന്ന് പറയുമ്പോൾ 83 വർഷക്കാലയളവാണ്.
83 വർഷക്കാലത്തിന്റെ ഒരു കാലയളവ് ഒരു മനുഷ്യന് ജീവിക്കാൻ, നമ്മൾ ജീവിക്കുക എന്നുള്ളത് തന്നെ വിരളമായ സാധ്യതയാണ് 83 വർഷം. പക്ഷെ 83 വർഷത്തെ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ നമ്മൾ പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളോടെ ജീവിക്കേണ്ടി വരും. 83 വർഷം എന്ന് പറയുമ്പോൾ 7,20,000 മണിക്കൂറുകളാണ്. 7,20,000 മണിക്കൂറുകൾ അമലുകൾ കൊണ്ട് സമ്പന്നമാക്കാൻ നമുക്ക് എത്ര വർഷം വേണ്ടി വരും, എത്ര മണിക്കൂർ വേണ്ടി വരും? ഒരു ദിവസം 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ശരാശരി നമ്മുടെ അമലിന്റെ സമയം 1 മണിക്കൂറിൽ താഴെ മാത്രമാണ്. 1 മണിക്കൂറിൽ താഴെ മാത്രം. അങ്ങനെ 83 വർഷം, 1000 മാസത്തിന്റെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ സമ്പാദിക്കണമെങ്കിൽ നമ്മൾ എത്രയേറെ വർഷങ്ങൾ ഇവിടെ ജീവിക്കണം. 1000 വർഷത്തിൽ കൂടുതൽ ജീവിച്ചാൽ പോലും ഒരു പക്ഷേ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യന് 83 വർഷത്തിന്റെ 1000 മാസത്തിന്റെ കർമ്മങ്ങൾ സമ്പാദിക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു ഒറ്റ രാത്രി കൊണ്ട് അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതാണ് ലൈലത്തുൽ ഖദർ. ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയാണ്, 1000 മാസങ്ങൾ 83 വർഷക്കാലം നിങ്ങൾ ജീവിച്ചാൽ പോലും കിട്ടാത്തത്, പ്രവർത്തിച്ചാൽ മാത്രം കിട്ടുന്നത്. നമ്മുടെ ശരാശരി പ്രായം 60 എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് വെച്ച് അലി ഇബ്നു അബി ത്വാലിബ് പാടിയ കവിതയുണ്ട്, ഇദാ ആശൽ ഫതാസിത്തീന ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി എന്ന്. ഒരു 60 വയസ്സ് നിങ്ങൾ ജീവിക്കുന്നു എന്നിരിക്കട്ടെ, ഒരു 60 വയസ്സ് നിങ്ങൾ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചാൽ നിങ്ങളുടെ 60 വയസ്സിന്റെ പകുതിയും 30 വർഷവും രാത്രി കവർന്നെടുക്കും. 30 വർഷം രാത്രിയാ, നിങ്ങൾ ഉറക്കത്തില, വിശ്രമത്തിലാണ്. ബാക്കിയുള്ള 30 ബാക്കിയേ ഉള്ളൂ. ആ 30 ആണെങ്കിലോ ആ 30ന്റെ ഒരു ഭാഗം എന്നുള്ളത് നിങ്ങൾ പോലും അറിയാതെ കടന്നു പോകും. നിങ്ങൾക്ക് പോലും ബുദ്ധി ഉറക്കാതെ, ഒരു സ്ഥിരതയില്ലാതെ അവിടെയും ഇവിടെയും നോക്കി, തെക്കും വടക്കും നോക്കി, വായു നോക്കി നടക്കുന്ന പ്രായമാണ്. ടീനേജിന്റെയും ബാല്യത്തിന്റെയും ശൗശവത്തിന്റെയും ഒക്കെ കാലഘട്ടം മനുഷ്യനെന്ന് ബോധമാണുള്ളത്. കളിയും ചിരിയും തമാശയും അല്ലാതെ മറ്റൊന്നുമില്ലാതെ കടന്നു പോകും ഒരു കാലഘട്ടം. പിന്നെയുള്ള ഒരു കാലഘട്ടം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ പിടിമുറുക്കത്തിൽപ്പെട്ടിരിക്കും മനുഷ്യൻ. യൗവന കാലഘട്ടം, വിവാഹം കഴിഞ്ഞ് കുടുംബമായി പ്രാരാബ്ധമായി അങ്ങനെ ജീവിതത്തിന്റെ ഞെരുക്കങ്ങൾക്കിടയിലൂടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോ അവിടെയും മനുഷ്യന് കർമ്മത്തിന് സമയമുണ്ടാവാറില്ല. പിന്നെ അവശേഷിക്കുന്നത് വാർദ്ധക്യമാണ്. ജരാനരകളും തളർച്ചയും ക്ഷീണവും മാത്രം സമ്മാനിക്കുന്ന വാർദ്ധക്യമാണ്. ഈ വാർദ്ധക്യം കൂടി കടന്നുപോയാൽ നിന്റെ 60 ക്ലോസ് ആയില്ലേ, എവിടെയാണ് കർമ്മങ്ങൾക്ക് സമയമുള്ളത് എന്ന് പറയുന്ന 60 വയസ്സ് ജീവിച്ചവന് പോലും പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയം കിട്ടാതിരിക്കുമ്പോ 83 വർഷം കർമ്മത്തിൽ വ്യാപൃതനായവന് കിട്ടുന്ന കൂലി, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ കൂലി ഒരു മനുഷ്യൻ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ലൈലത്തുൽ ഖദർ എന്നൊരു രാത്രി വെച്ചിട്ട്. ലൈലത്തുൽ ഖദർ എന്ന രാത്രി എവിടെയാണ്, എപ്പോഴാണ് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് കിട്ടിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവസാന 10-ലെ ഏത് രാത്രി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവസാന 10-ലെ ഏത് രാത്രിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ല, അവസാന 10-ലെ ഒറ്റപ്പെട്ട രാവുകൾക്കാണ് കൂടുതൽ മുൻഗണന എന്നും ചില സൂചനകൾ കിട്ടുന്നുണ്ട്. ഇത് സൂചനകൾ മാത്രമാണ്, അല്ലാതെ ആരോടും മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല. ആ സൂചനകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാമെന്നതല്ലാതെ അത് കൃത്യമായി കുറ്റപ്പെടുത്താൻ 21-ാം രാവിലാണ്, 27-ാം രാവിലാണ്, 23-ാം രാവിലാണെന്ന് മുൻകൂട്ടി പ്രവചിക്കാനോ അങ്ങനെ ഒരു രാത്രിയിലേക്ക് മാത്രം മാറിയിരുന്നു കൊണ്ട് ആരാധിക്കാനോ വിശ്വാസിക്ക് അവകാശമില്ല. ഓരോ രാത്രിയും അത് തേടി മനുഷ്യൻ ഇറങ്ങണം. അത് മനുഷ്യന്റെ ബാധ്യതയാണ്. നോക്കുക, അള്ളാഹു എത്രത്തോളം താഴേക്ക് വരുന്നു ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി. ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ മുമ്പിൽ വെക്കുന്നു. നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇരിക്കുന്നതെന്ന്. എത്ര കാരുണ്യവാനാണ് അള്ളാഹു, എത്ര കാരുണ്യവാനാണ് റബ്ബ്. ആ റബ്ബിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട് പലപ്പോഴും. ലൈലത്തുൽ ഖദറും റമളാനും ആ റമളാനുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ഒരു മാരി വർഷം പോലെ അള്ളാഹു ഒരു വസന്തമായി വിശ്വാസിയുടെ മേൽ പെയ്തിറക്കുമ്പോ അതൊന്നും കണ്ടതായി ഭാവിക്കാതെ, അതിനെ അനുഭവിക്കാൻ നിൽക്കാതെ, അതിനുവേണ്ടി പരിശ്രമിക്കാതെ വിശ്വാസികൾ പുറംകാല് കൊണ്ട് പടച്ചവനോട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാടില്ല. അറിയുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ ഈ റമളാനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഭാഗം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ ഖുർആനുമായി ബന്ധപ്പെട്ടും റമളാനുമായി ബന്ധപ്പെട്ട് ഒരു വിശാലമായ ചർച്ചയുണ്ട്. ആ ചർച്ച തുടങ്ങുന്ന ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു വെച്ച ഈ ഓഫറുകൾ എന്തുകൊണ്ട് വെച്ചു എന്നും അല്ലാഹുവിന്റെ കാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആയത്തിന്റെ ഒരു പ്ലേസ്മെന്റ് ഉണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു ഖുർആൻ ഇറക്കിയ മാസമാണ് റമളാൻ. അതുകൊണ്ട് നിങ്ങൾ റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം. യാത്രക്കാരോ രോഗികളോ ആണെങ്കിൽ മറ്റൊരു അവസരത്തിൽ നിങ്ങൾ നോമ്പ് പിടിച്ച് പൂർത്തീകരിക്കണം എന്നെല്ലാം അല്ലാഹു പറയുന്നുണ്ട്. ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് റമളാന്റെ രാത്രികളിൽ നിങ്ങളുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം, തർക്കമില്ല.
നിങ്ങൾ കണക്കാക്കിയത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോ ആ കൂട്ടത്തിൽ സഹാബാക്കൾ സ്വയം തീരുമാനിച്ചൊരു കാര്യമാണ് രാത്രികാലങ്ങളിൽ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന്. അതവർ സ്വയം വിചാരിച്ചു, അവരങ്ങനെ സ്വയം തീരുമാനിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ രാത്രികാലങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടാതെ അവർ അകന്ന് ജീവിച്ചു. എന്നാലും ഒറ്റപ്പെട്ട് വീഴ്ചകൾ സംഭവിച്ചു. അലിമല്ലാഹു അന്നക്കും യകുന്നു തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും എന്ന് അല്ലാഹു പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളോട് റമദാൻ മാസത്തിന്റെ രാത്രികളിൽ കൂടി നോമ്പാകണമെന്നോ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ കണക്കാക്കി, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു. എന്നിട്ട് നിങ്ങൾ നിർബന്ധ ബുദ്ധിപൂർവ്വം നിങ്ങൾ അതിൽ നിന്ന് മാറി നിന്നിട്ടും അബദ്ധങ്ങൾ പറ്റി നിങ്ങൾക്ക്. അത് നിങ്ങൾ സ്വന്തത്തോട് കാണിച്ച വഞ്ചനയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ ഞാൻ മാപ്പാക്കിയിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾക്കത് അവൻ അനുവദിക്കാൻ പൂർണ്ണ മനസ്സോടെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തർക്കമില്ല, ഇവിടെ ആശങ്ക വേണ്ടാന്ന്. അപ്പൊ രാത്രി കാലങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധവും അനുവദിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു മസാല, വലിയൊരു ചർച്ച ഇന്ന് റമദാനുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾക്കിടയിൽ ഒരു ആയത്തുണ്ട്, വഇദാ ശഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ആ ആയത്ത് അവിടെ എന്തിനു വെച്ചു എന്നുള്ള നമ്മൾ ആലോചിക്കണം. ആ ആയത്ത് റമദാനുമായി യാതൊരു ബന്ധവുമില്ല, നോമ്പുമായൊരു ബന്ധമില്ല, നോമ്പിന്റെ മസാലകളുമായി അതിന് ബന്ധമില്ല, അങ്ങനെ ഇതുമായി ഒരു പുലബന്ധവുമില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന ഒരു ആയത്ത് അവിടെ അള്ളാഹു പ്ലേസ്മെന്റ് ചെയ്യാണ്. 2 ആയത്തുകൾക്കിടയിൽ വഇദാ ശഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ആ ഒരു വാക്ക്, ഈ ആയത്ത് ശരിക്കും നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനുഷ്യനായി പിറന്നതിൽ നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു സുപ്രധാനമായ വാക്ക്. നമ്മൾ ആലോചിക്കും, മനുഷ്യനായി പിറന്നതിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ കടന്നു പോകേണ്ടതുണ്ട്, നമ്മൾ എന്തൊക്കെ, ഈ ജീവിതം പോട്ടെ, ദുനിയാവിന്റെ ക്ലേശങ്ങളൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല. ഇതിനപ്പുറത്തേക്ക് മരണം മുതൽ അപ്പുറത്ത് നമ്മൾ മാത്രം ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ മനുഷ്യനായതുകൊണ്ട്, പരലോകത്തിന് നിർണായകമായ ഘട്ടങ്ങൾ, സ്വർഗങ്ങൾ, നരകങ്ങൾ, വിചാരണകൾ, കണക്കുനോടുപ്പുകൾ, അങ്ങനെ എന്തൊക്കെ കടമകൾ നമ്മൾ പിന്നിട്ട് പോകേണ്ടതുണ്ട് മനുഷ്യനായതുകൊണ്ട്. ഈ ഖബറിലേക്ക് നമ്മൾ കുഴിച്ചിടപ്പെടുന്നത് മുതൽ നമ്മൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കേണ്ട പ്രതിസന്ധികളുണ്ടല്ലോ, അത് ആലോചിക്കുമ്പോൾ മനുഷ്യനായി പിറക്കാതിരുന്നെങ്കിൽ എന്ന് സഹാബത്ത് ആഗ്രഹിച്ചു പോയത് ശരിക്കും 100% നമുക്ക് യോജിക്കാൻ കഴിയും. ചിന്തിക്കാത്തതുകൊണ്ടാ. നമ്മളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മനുഷ്യരായി ജനിച്ചതിൽ നമുക്ക് സങ്കടം തോന്നും. നമ്മൾ വല്ല പുഴുക്കളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമുകൾ വെട്ടി അറുത്ത് കറിയാക്കി തിന്നുന്ന ഒരു ആട്ടിൻകുട്ടി ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്രത്തോളം പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, സങ്കീർണതയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകേണ്ടത് മരണത്തിന് പുറത്ത്. പക്ഷെ അപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വാക്കുണ്ടല്ലോ, ഇതാ ശഅലക ഇബാദി, എന്റെ അടിമകൾ എന്ന്. അല്ലാഹു വേറെ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്റെ അടിമകൾ, എന്റെ ദാസന്മാരെന്ന് അള്ളാഹു പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതിലാണ് നമുക്ക് പ്രതീക്ഷ. എന്റേത് എന്ന് ചേർത്ത് പറഞ്ഞ പടച്ചവന്റെ ആ വാക്ക്, ഇതാ ശഅലക ഇബാദി, എന്റെ അടിമകൾ ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രതീക്ഷയാണത്. റമദാൻ മാസം കടന്നു വന്ന്, റമദാനിന്റെ വ്രതശുദ്ധിയിലേക്ക് വിശ്വാസി കടന്നു വന്ന്, അന്തരീക്ഷവും സാഹചര്യങ്ങളും അനുകൂലമായി മനുഷ്യന്റെ ഹൃദയങ്ങൾ തുറക്കുമ്പോ, അവൻ ചെയ്തു പോയ പാപത്തിന്റെ കുറ്റബോധത്താൽ തലകൾ താഴ്ത്തിയിട്ട് തന്റെ പടച്ചവനോട് പശ്ചാത്തപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി റബ്ബ് എവിടെ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കും നബിയെ. ചോദിക്കുമ്പോ പറയണം, ഇന്നി ഖരീബ്, ഞാൻ അവന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന്, എവിടെയും പോയിട്ടില്ല എന്ന്. അവൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പേരിലെങ്ങും ഞാൻ അവനകറ്റിയിട്ടില്ല എന്ന്. പിന്നിട്ട് പോയ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ള നന്ദികേടിന്റെ കാരണമായിട്ട് മനുഷ്യനെ ഞാൻ അകറ്റി നിർത്തിയിട്ടില്ല എന്ന്. ഫൈനി ഖരീബ്, ഞാനിപ്പോഴും അടുത്ത് തന്നെയുണ്ട് എന്ന്, ഞാനിപ്പോഴും മനുഷ്യന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറയും നബിയെ എന്ന്. റമദാൻ മാസം വന്നിട്ട് നമ്മൾ ആലോചിക്കണം, ആരാ അള്ളാഹുവിനെ അന്വേഷിച്ചത്? അള്ളാഹുവിനെ അടുക്കാൻ ആഗ്രഹിച്ചതാരാ? പടച്ചവൻ അടുത്തു വരുമ്പോ നമ്മളൊരു നിഴൽ പോലെ, അടുത്തു വരുമ്പോഴൊക്കെയും ഒരു നിഴൽ പോലെ നമ്മൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കാൻ റബ്ബിൽ നിന്ന്. അല്ലാതെ റബ്ബിനോട് നമ്മൾ അടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ പടച്ചവനെ സ്നേഹിച്ചിട്ടില്ല എന്ന് അള്ളാഹു എനിക്ക് വലിയ, എത്ര പാപം ചെയ്ത മനുഷ്യനോടും വലിയ കരുണയോടെ നിൽക്കണം റബ്ബ്. അള്ളാഹുവിന്റെ സ്നേഹമാണ് ആ വാക്ക് കരീബ്. കരീബ്, സ്നേഹത്തോടെ ഞാൻ വപ്പുതിയാൻ അവന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ കാരുണ്യം ഈ വാക്ക് ഖുർആൻ വ്യക്തമായി അല്ലാഹു എടുത്തു പറഞ്ഞു. ഇത് വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു ഖുദ്സിയ ഹദീസ് ഉണ്ട്, ഇതേ ആശയം പങ്കിടുന്ന ഒരു ഹദീസ്. ഖുദ്സിയ ഹദീസ് എന്ന് പറയുമ്പോൾ ആശയം അതുപോലെ അള്ളാഹുവിന്റേതാണ്, വാക്കുകൾ നബിയുടേതും. റബ്ബ് മനുഷ്യരോട് സംസാരിക്കേണ്ട നേരിട്ട്. ഖുർആൻ ആകുമ്പോ വാക്കുകൾ കൂടി അള്ളാഹുവിന്റേതാകണം, ഇത് വാക്കുകൾ നബിയുടേതാണ്. അങ്ങനെ ഒരു ഹദീസിൽ അള്ളാഹ് പറയുന്നുണ്ട്. അള്ളാഹ് എന്താ പറയുന്നത്? മനുഷ്യനോട് പറയാണ്, മനുഷ്യരെ മൻ തഖറബ ബിന്നി ശിബ്റ തഖറബ്തു മിൻഹു ദിറാഅ എന്ന്.
ഈ മനുഷ്യരെ നിങ്ങളോട് അള്ളാഹു സംസാരിക്കാൻ, ലോകത്ത് നമ്മളെ സ്നേഹിച്ച് ഒരുപാട് പേർ കടന്നു പോയിട്ടുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരാരും ഇന്ന് വരെ ഇറങ്ങി പറയാത്ത ചില വാക്കുകൾ, ഒരു കവിയും എഴുതിയിട്ടില്ല സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ ചില വാക്കുകൾ, ഒരു സാഹിത്യവും നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ ലോകത്തൊരു മനുഷ്യനും അവന്റെ സ്നേഹം പറയാൻ വേണ്ടി ഇത്രയും താഴേക്ക് ഇറങ്ങിയിട്ടില്ല. പടച്ചവൻ ഇറങ്ങി വന്ന് മനുഷ്യനോട് സ്നേഹം പറയാൻ വേണ്ടിയിട്ട് അറിയുമോ പറഞ്ഞ വാക്കുകൾ? മൻ തഖറബ ബിന്നി ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ എന്ന്. നിങ്ങൾ ഒരു ചാൺ, എത്രയൊക്കെ നിങ്ങൾ പാപം ചെയ്ത് അകന്നു പോയാലും ഒരു നിമിഷത്തെ നിങ്ങളുടെ ചിന്ത കൊണ്ട് ഒരു ചാണുണ്ടല്ലോ, ഒരേ ഒരു ചാണിനിലേക്ക് നിങ്ങൾ അടുത്താൽ ഒരു മുഴ ഞാൻ നിങ്ങളിലേക്ക് അടുത്തു വരാമെന്ന്. നിങ്ങൾ ഒരു മുഴം അടുത്തു വന്നാൽ ഒരു മാർ ഞാൻ നിങ്ങളിലേക്ക് അടുത്തു വരാമെന്ന്. മന്നതാനി യംശി അതൈതുഹു ഹർവല. നിങ്ങൾ നടന്നു വന്നാൽ ഞാൻ ഓടി വരാമെന്ന് അല്ല പറയണ. അല്ല ഇറങ്ങി വന്നിട്ട് ഇതിലും താഴെ ഇറങ്ങി മനുഷ്യനോട് സ്നേഹം പറയാൻ, അവനോടുള്ള കാരുണ്യം പറയാൻ റബ്ബിനെ കൊണ്ടാവില്ല. ഇത്രയും പറഞ്ഞില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരായിരിക്കുമ്പോഴും മനുഷ്യനോട് പിന്നെയും ഇറങ്ങി വന്ന് റബ്ബ് പറയാണ്, മനുഷ്യരെ നിങ്ങളൊന്ന് നടന്നു വന്നെങ്കിൽ, നിങ്ങളൊന്ന് തിരിഞ്ഞൊരു സ്റ്റെപ്പ് വെച്ചെങ്കിൽ, എത്രയോ കടന്നുപോയി നിങ്ങൾ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ തന്ന അനുഗ്രഹങ്ങൾ തിന്നും കുടിച്ചും നിങ്ങൾ സുഖിച്ച് ജീവിക്കുമ്പോഴും എന്നോട് നന്ദികേട് കാണിച്ച് ഈ ഭൂമിയിൽ പാതകങ്ങൾ കൊണ്ട് പെരുക്കിയിട്ടും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വേള ഒരു നിമിഷം തിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് നിങ്ങൾ തിരിഞ്ഞെന്റെ അടുക്കലേക്ക് വെച്ചാൽ നിങ്ങൾ ഓടി വന്ന് വാരിയെടുക്കാൻ ഒരു ഉമ്മയേക്കാൾ സ്നേഹത്തോടെ അള്ളാഹു കാത്തിരിക്കുന്നുണ്ട് എന്ന്. അതാ ഖരീബ് അങ്ങനെ പറഞ്ഞത്. ഒരു ഉമ്മയും നമ്മളെ സ്നേഹിച്ചിട്ടില്ല അതുപോലെ. അറിയുമോ, ഈ ലോകത്തെന്നല്ല ഈ പ്രപഞ്ചത്തിൽ നമ്മളെ റബ്ബിനെ പോലെ സ്നേഹിച്ച ഒരാളുമില്ല, ഒരുവനുമില്ല. ഒരാൾക്ക് അള്ളാഹുവിനെ പോലെ നമ്മൾ സ്നേഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞ് തടവ് പിടിക്കപ്പെട്ട തടവ് പുള്ളികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോ, ഷഹാബത്തുമായി കടന്നു പോകുമ്പോ ഒരു തടവ് പിടിക്കപ്പെട്ട സ്ത്രീ അവരവിടെ കരയുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോ ഓടി വന്ന് വാരിയെടുത്ത് മാറിൽ ചേർത്ത് പിടിച്ച് മുളയൂട്ടുന്ന കാഴ്ച കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാന്റെ മക്കളാണ്? വിശന്ന് കരയുന്ന ഏത് കുഞ്ഞിനെ കണ്ടാലും ഓടി വന്ന് വാരിയെടുത്ത് പാല് കൊടുക്കുന്ന ആ സ്ത്രീത്വത്തെ കണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതറൗന ഹാദിഹിൽ മർഅത്ത് ത്വാരിഹത്തൻ വലദഹാ ഫിന്നാർ. ഈ സ്ത്രീക്ക് ഈ ആരാന്റെ മക്കളാണ് കരയുന്നത്. ആ കരയുന്ന കുഞ്ഞിന്റെ സങ്കടം പോലും കണ്ടു നിൽക്കാൻ കഴിയാതെ വാത്സല്യനിധിയായ ഉമ്മ ആ വല്ലവന്റെയും മക്കളെ പോലും ചേർത്ത് പിടിച്ച് മുലനിർത്തുമ്പോ, പാല് കൊടുക്കുമ്പോ ഈ സ്ത്രീ സ്വന്തം കുഞ്ഞിനെ തീയിലേക്ക് ഇടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബത്തെ എന്ന്? ഈ ഉമ്മാക്ക് അവരുടെ സ്വന്തം കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയാൻ കഴിയുമോ എന്ന് സഹാബത്തോട് ഇല്ല നബി, ഒരിക്കലുമില്ല എന്ന്. അത് സാധിക്കില്ല എന്ന്. അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ എന്ന്. എന്നാൽ അറിയണം സഹാബാക്കളെ, ഈ ഉമ്മക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് മനുഷ്യരോടുണ്ട് സ്നേഹമെന്ന്. അതിനേക്കാൾ അള്ളാഹു ഒരു ഉമ്മയും നമ്മളെ സ്നേഹിച്ചിട്ടില്ല ഇതുപോലെ. എന്നാൽ അള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്ന റമദാൻ മാസത്തിലെങ്കിലും നമ്മൾ തിരുത്തും, ചിന്തിക്കും, അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകും. അങ്ങനെ അവർ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എവിടെയും പോയിട്ടില്ല നബി, അവരടുത്ത് തന്നെ ഉണ്ട് എന്ന്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ള എത്രയോ അടുത്തുണ്ട്. നമ്മൾ ഏറ്റവും അടുത്ത് നമ്മളൊരു വിളി കേൾക്കാൻ വേണ്ടി, ഒന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ വേണ്ടി, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ നബി എന്ന് അവർ കൈകൾ ഉയർത്താത്തത് എന്നോടൊന്ന് ഒന്ന് കൈകൾ ഉയർത്തൊരു വിശ്വാസം ഇരിക്കുന്നത് കാണാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുമ്പോ നമ്മുടെ കൈകൾ ഉയർത്താറില്ല. ആരാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ആകെ ഉള്ളത് യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിലാ. ഇനി പടച്ചവൻ ഒരു മലക്കിനെ അവിടെ വെക്കണം. കമന്റ് ബോക്സുകളിൽ നിന്ന് ഈ ദുആ എഴുതിയെടുത്ത് ആമീൻ പറയുന്നവരെ ലിസ്റ്റ് എടുത്തിട്ട് അത് ദുആ സ്വീകരിക്കാൻ വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലുകളിലും നിങ്ങൾ കമന്റുകൾ എഴുതിയിട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന ആര് സ്വീകരിക്കാനാണ്? ആ പ്രാർത്ഥനകൾ കൊണ്ട് ഒരു ഗുണവുമില്ല. പിന്നെ ആശ്വസിപ്പിക്കാം. ഒരാളൊരു സങ്കടം പറയുമ്പോൾ, എന്നിപ്പോ ഒരു പ്രാർത്ഥന വാട്സപ്പിൽ മെസ്സേജ് വന്ന് സങ്കടം പറയുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ എഴുതിയിടുമ്പോൾ ആ എഴുതിയിട്ട പ്രാർത്ഥന ഇങ്ങനെ എവിടെ എത്താൻ പോകുന്നില്ല. പക്ഷെ ആ മനുഷ്യന് ഒരാൾ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട് എന്നൊരു ആശ്വാസം കിട്ടും. ആരൊക്കെ എനിക്കുണ്ട് എന്നൊരു സുഹൃത്തുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ വാട്സപ്പിലെ പ്രാർത്ഥന അവിടെ എടുക്കൂല. അത് മനുഷ്യൻ പടച്ചവരോട് നേരിട്ട് ചോദിക്കണ്ടേ? നമ്മൾക്ക് അതിനുള്ള സമയമാണ് റമദാൻ. മനുഷ്യന് പടച്ചവനിലേക്ക് എടുക്കാൻ ഞാൻ റമദാന് മുമ്പ് പറഞ്ഞ ഈമാന്റെ ചർച്ച മുതൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ഈ ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. ഓരോന്നും പറഞ്ഞു വന്ന് ഈ ഒരൊറ്റ കാര്യം, അള്ളാഹുവിലേക്ക് മനുഷ്യരെ തിരിച്ചടുക്കണം. അള്ളാഹു നമ്മൾ അടുത്ത് തന്നെ നമ്മളെ കാത്തിരിക്കുമ്പോ ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. നാളെ പരലോകത്ത് പ്രത്യേകമായ പദവി നൽകുന്ന മനുഷ്യനെ കുറിച്ച് റസൂൽ പറയുമ്പോ ഒറ്റയ്ക്കിരുന്ന് റബ്ബിനെ ഓർത്തപ്പോ കണ്ണ് നിറഞ്ഞുപോയ മനുഷ്യനാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ എന്ന് പറഞ്ഞാൽ
ആചാരങ്ങളുടെ ആഘോഷമാണെന്ന് കണക്കാക്കാൻ പാടില്ല. നിങ്ങള് നല്ല മൈക്ക് സെറ്റൊക്കെ എടുത്തു വെച്ച് ഏതെങ്കിലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുക ആൾക്കാരെ കൂട്ടിയിട്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് തൗബ മജ്ലിസുകൾ, സുലാത്ത് ഹൽക്കകൾ, ദിക്ർ മജ്ലിസുകൾ, ഇതിന്റെ പേരല്ല, ആൾക്കൂട്ടത്തിന്റെ പേരിൽ ഒരു ആൾക്കൂട്ടത്തെ വിളിച്ചുകൂട്ടി സംഭാവനകളും പിരിച്ചെടുത്തിട്ട് ഇനി പള്ളിക്കകത്തോ പുറത്തോ നല്ല മിക്സറുള്ള മൈക്കും വെച്ചിട്ട് ഒരാളിരുന്ന് മലയാള സാഹിത്യം കൊണ്ട് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ്. പടച്ചോനെല്ലാം മനസ്സിലാവുന്നോ ഈ സാഹിത്യം? അങ്ങനെ സാഹിത്യം കൊണ്ട് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ നിരത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ അരമണിക്കൂറും 3/4 മണിക്കൂർ മലയാള സാഹിത്യത്തിന്റെ കസരത്ത് കാണിക്കുമ്പോ അവിടെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ആമീൻ ഇങ്ങനെ ഇരുന്ന് ആമീൻ പറഞ്ഞിട്ട് എല്ലാം ഒരു വർഷത്തേക്കുള്ള എല്ലാം പോയി. അങ്ങനെ ഒരു പ്രാർത്ഥിച്ചു ആമീൻ പറഞ്ഞാൽ നിങ്ങളുടെ തൗബ സ്വീകരിക്കുമെന്ന് ആരാ പറഞ്ഞത് നിങ്ങളോട്? ആരാ അങ്ങനെ ചിന്തിച്ചത്? മനുഷ്യനെ ഒറ്റയ്ക്കിരിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ മുമ്പിൽ, പടച്ചവന്റെ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കണം. ആൾക്കൂട്ടത്തിലാണെങ്കിലും പോലും തനിച്ചിരിക്കാൻ കഴിയണം. നമുക്ക് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയണം. ചെയ്തു പോയ പാപങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ ചെയ്തവനാണ് റബ്ബ്. അനുഗ്രഹിച്ച ആസ്വദിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളും താരതമ്യപ്പെടുത്തുമ്പോ ഹൃദയം പടച്ചു പോകും, കണ്ണുകൾ നിറഞ്ഞു പോകും. ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്ക്. അങ്ങനെ ആലോചിച്ച് റബ്ബിനെ ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരുത്തി കണ്ണീര് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും ആ കണ്ണീരാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. അങ്ങനെ കൈ ഉയർത്തുന്ന ഒരു നിമിഷമാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. അത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. മനുഷ്യൻ ഈ ഒരു അവസ്ഥയിലും അള്ളാഹു ഇത്രയൊക്കെ ഇറങ്ങി പറഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ കാരുണ്യം കൊണ്ട് പൊതിയാമെന്ന് പറഞ്ഞ് അള്ളാഹു ഉമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുമ്പോഴും ആ റബ്ബിനോട് നന്ദി കേട് കാണിക്കാൻ ശീലിച്ചു പോയി നമ്മൾ. അതാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കഷ്ടമാണ് മനുഷ്യന്റെ കാര്യം. വളരെ നന്ദി കെട്ടവൻ തന്നെയാണ് മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആൻ. വളരെ നന്ദി ഇല്ലാത്തവനാണ് മനുഷ്യൻ എന്ന്. വൽആദിയാതി ളുബ്ഹൻ ഫൽമൂരിയാതി കദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസ്റന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഈ പ്രഭാതത്തില് തന്റെ യജമാനെയും വഹിച്ചുകൊണ്ട് കിതച്ചോടുന്ന കുതിരകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖുർആൻ ചോദിക്കാണ്, ആ കുതിരകളെ കൊണ്ട് സത്യമിട്ട് കാല് കല്ലിൽ കെട്ടി തീപ്പൊരി പാറിച്ചിട്ട് പാറിപ്പറക്കുന്ന പൊടിപടലങ്ങൾക്കിടയിലൂടെ പ്രഭാതത്തിൽ തന്റെ യജമാനെയും ചുമന്നുകൊണ്ട് മിന്നിത്തിളങ്ങുന്ന വാളുകൾക്കും എയ്തുവിടുന്ന അമ്പുകൾക്കും ആഞ്ഞു വീശുന്ന കുന്തങ്ങൾക്കും നടുവിലൂടെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കുതിരകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തന്റെ യജമാനോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് യുദ്ധഭൂമിയിൽ ജീവൻ പണയം വെച്ചോടുന്ന കുതിരയുണ്ടല്ലോ, ആ കുതിര കാണിക്കുന്ന നന്ദിയുടെ അംശം പോലും മനുഷ്യൻ തന്റെ യജമാനോട് കാണിക്കുന്നില്ല എന്ന്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്നിട്ടുള്ള പറയാണ് മനുഷ്യൻ നന്ദി കിട്ടവൻ തന്നെയാണെന്ന്. കുതിരയ്ക്കുള്ള നന്ദി പോലും മനുഷ്യൻ കാണിക്കുന്നില്ല എന്ന്. അനുഭവിച്ച നന്ദി അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല. റബ്ബ് വെച്ച് നീട്ടിയ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് നട്ടലിന്റെ ബലത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് മണ്ണിൽ അലങ്കാരത്തോടെ ജീവിച്ച് കുടുംബങ്ങളും കൂട്ടുകുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമായിട്ടുള്ള ഈ ജീവിതം സംവിധാനിച്ചവനെ നമ്മൾ മറന്നുപോയില്ലേ? നെഞ്ചിന്റെ കോണിൽ എവിടെയെങ്കിലും അള്ളാഹുവിന് ഇടമുണ്ടോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പട്ടിക നമ്മൾ പുറത്തെടുക്കൂ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ മനുഷ്യർ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവൻ നമ്മുടെ റബ്ബ്. തർക്കമില്ല, ഉമ്മയേക്കാൾ സ്നേഹിച്ചു. തിരിച്ചെടുക്കൂ. നമ്മളെ ഹൃദയത്തിൽ ഇടം പിടിച്ചവരുടെ പട്ടിക എടുക്കുമ്പോ അള്ളാഹുവിന്റെ സ്ഥാനം എവിടെ നിൽക്കുന്നു എന്ന് നമ്മളെ ഹൃദയം പരിശോധിച്ചു നോക്കണം. ഇല്ല, ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, മക്കളുണ്ട്, കൂട്ടുകാർക്ക് വരെ ഇടമുണ്ട്. എന്തിന് നമ്മളെ വീട്ടിൽ വളരുന്ന നമ്മൾ 1000 രൂപ 2000 രൂപ എടുത്ത് ഫാൻസി പെറ്റ്സുകളെ കിട്ടും, വളർത്താൻ പൂച്ചകളുണ്ട്. തത്തമ്മയും നമ്മളെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയുടെ സ്ഥാനം പോലും റബ്ബിനില്ല. ഹൃദയത്തിൽ പൂച്ചയും കടന്നുപോയി റബ്ബിന് എവിടെയും സ്ഥാനം കാണാൻ കഴിയുന്നില്ല. ഇതല്ലേ നമ്മുടെ നിലവാരം? അതല്ലേ നമ്മുടെ അവസ്ഥ എന്നുള്ളത്? ഗൗരവത്തോടെ ചിന്തിക്കണം സഹോദരങ്ങൾ, വളരെ ഗൗരവത്തോടെ റബ്ബിലേക്ക് മടങ്ങാൻ, റബ്ബിലേക്ക് കൈകളുയർത്തിയിരിക്കുന്ന നിമിഷങ്ങൾ അത് നടക്കണം. ഇവിടെ ഈ റബ്ബ് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ ഒരു ഒറ്റപ്പെട്ടു പോയൊരു യാത്ര, അവനും അവന്റെ ഒരു ഒട്ടകവും യാത്രാ സാമഗ്രിയുമായിട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി ആ മരുഭൂമിയിൽ വെച്ച് വിശ്രമിക്കാൻ ഇറങ്ങുമ്പോ ആ മനുഷ്യന്റെ ആ യാത്രാവാഹനവും സാധനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം ഒട്ടകം എല്ലാ ചരക്കുകളുമായിട്ട് എവിടെ ഓടിപ്പോയി. അയാൾ ചാടി എഴുന്നേറ്റ് ഒട്ടകത്തെ കാണുന്നില്ല. അതിനെ അന്വേഷിച്ച ആ മനുഷ്യൻ ഒട്ടകത്തിന്റെ കാൽപ്പാട് പറ്റി പിറകെ പോയി. അവസാനം കാൽപ്പാട് മാഞ്ഞുപോയി. ആ മരുഭൂമിയിലെ മണൽക്കാട്ടിൽപ്പെട്ടി മനുഷ്യൻ വഴിതെറ്റി ഉഴൽക്കൊണ്ടേയിരുന്നു ദിക്കില്ലാതെ. അവസാനം ആ മരുഭൂമിയിൽ കിടന്ന് ഈ മനുഷ്യൻ വിശന്ന് ദാഹിച്ച് മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ, മരണത്തിലേക്ക് കണ്ണുകൾ സ്വയം അടക്കുന്ന നിമിഷത്തിൽ കൺമുമ്പിൽ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. എന്തോ നിൽക്കുന്നത് പോലെ ഒന്നുകൂടി കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ ഒട്ടകം, നഷ്ടപ്പെട്ടു പോയ ഒട്ടകം സർവാഹാരങ്ങളുമായി വെള്ളം
വെള്ളങ്ങളുമായി അത് നിൽക്കുന്ന കാഴ്ച കണ്ട് ചാടി എഴുന്നേറ്റ് അതിന്റെ കടിഞ്ഞാണി പിടിച്ചിട്ട് അല്ലാഹുമ്മ അന്ത അബ്ദി വഅന റബ്ബുക. അയാള് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം. മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് ജീവിതത്തിലേക്ക് ഒരാൾ വരുന്ന നിമിഷം, അതാണ് ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷകരമായ നിമിഷം. അതാണ് അള്ളാഹു റസൂൽ വിവരിക്കുന്നത്. ഇത്രയും സന്തോഷമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സന്തോഷം കൂടിയിട്ട് സന്തോഷം കൂടുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മനുഷ്യന് നാവ് തെറ്റിപ്പോകാറുണ്ട്. അവൻ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയുമോ? അള്ളാഹുവേ നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയും. അയാൾ ഉദ്ദേശിച്ചത് ഇത്രയാണ്, അല്ലാഹുവേ നീയാണ് ഉടമസ്ഥൻ, ഞാൻ നിന്റെ അടിമയും തന്നെ എന്നാണ് അയാൾ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു പോയ വാക്ക് അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമെന്ന്. അത്രത്തോളം ഒരു മനുഷ്യന് നാവിൽ വരാവുന്ന ഏറ്റവും വലിയ പിഴവ്. കാരണം അത്രത്തോളം ഹാപ്പിയാണ് അയാൾ, അത്രയും സന്തോഷമാണ് അയാൾ. എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെയ്ത പാപമോർത്തിട്ട് കൈകൾ ഉയർത്തിയാൽ ഈ മനുഷ്യനുണ്ടായ സന്തോഷത്തെക്കാളും അള്ളാഹുവിന് സന്തോഷമുണ്ടാകുമെന്ന്. ഇബാദി, എന്റെ അടിമ എന്ന്, എന്റെ അടിമ എന്ന്, എന്റെ അടിമ, എന്റെ ദാസൻ, അവൻ എന്നിലേക്ക് കൈകൾ ഉയർത്തിയിരിക്കുന്നു എന്ന്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം പടച്ചവനുണ്ടാകുന്ന നിമിഷം ഒരു മനുഷ്യൻ ചെയ്തു പോയ പാവമോർത്തിട്ട് കൈകൾ ഉയർത്തുന്ന സന്ദർഭമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ടും എന്തേ കൈകൾ ഉയർത്തുന്ന ആരെയും കണ്ടില്ലല്ലോ നമ്മളെ മക്കൾ കൗമാരപ്രായ കൊച്ചുമക്കൾ ദുആ ചെയ്ത് പഠിക്കാറില്ല, അവർ പഠിപ്പിച്ചിട്ടില്ല. നമ്മള് എന്തുണ്ടെങ്കിലും വാപ്പച്ചിട്ട് പറയാൻ, വാപ്പച്ചി എല്ലാ കാര്യവും വാപ്പച്ചി ജോലി ചെയ്ത് നേടിക്കോളാം, ഞാൻ നിന്റെ കായിക അധ്വാനം കൊണ്ട് പണം സമ്പാദിച്ച് കാര്യങ്ങൾ നേടും, നിനക്ക് എന്തെങ്കിലും എന്നെ പറയാന്ന്. മനുഷ്യന് നമ്മുടെ ആവശ്യങ്ങൾ എന്നാ തീർന്നു പോയിട്ടുള്ളത്. പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് എന്താ കാരണമുള്ളത്? പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് എന്താ ന്യായമുള്ളത്? ഒരു ന്യായവുമില്ല. അടുത്ത നിമിഷത്ത് നമ്മുടെ ജീവിതം പോലും അള്ളാഹുവിന്റെ കയ്യിൽ ഇരിക്കുമ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് കൂടും കൊടുക്കയും നഷ്ടപ്പെട്ട് കെട്ടിടങ്ങൾ ഇടിഞ്ഞു തകർന്നു വീണിട്ട് സ്വന്തം മക്കൾ വെള്ളപ്പൊക്കത്തിലൂടെ ഒഴുകിപ്പോകുന്ന നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹരായ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ നമുക്ക് എങ്ങനെയാണ് പടച്ചവന്റെ സഹായം വേണ്ടാന്ന് തോന്നുന്നത്? നമ്മുടെ നാളെയും നമ്മുടെ ഇന്നലകളും അള്ളാഹുവിന്റെ കയ്യിലായിരിക്കുമ്പോ ഈ ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴണമെങ്കിൽ, മുള പൊട്ടി ഒരു സസ്യം മുളയ്ക്കണമെങ്കിൽ ഏത് റബ്ബിന്റെ തീരുമാനം വേണോ അതേ റബ്ബിന്റെ സഹായമില്ലാതെ, ആ പടച്ചവന്റെ സംരക്ഷണമില്ലാതെ നമുക്ക് എന്തെങ്കിലും നടക്കോ? ഇവിടെ ഒന്നും നടക്കില്ല എന്നിരിക്കുമ്പോഴും മനുഷ്യൻ കൈകൾ നീട്ടാൻ ഭയപ്പെടുന്നു. എന്ത് നാണമാണോ നിങ്ങൾക്ക്? ഗൗരവത്തോടെ ചിന്തിക്കുക, എന്താ നമ്മൾ കൈകൾ ഉയർത്താത്തത് അല്ലാഹുവിന്റെ മുമ്പിൽ? പ്രാർത്ഥിച്ചിരിക്കുന്ന നിമിഷങ്ങൾ ദുനിയാവിൽ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ്. ഒരു മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ ദുനിയാവിന്റെ അപ്പുറത്തേക്ക് പരലോകം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ, അതൊക്കെ നമ്മളെ വേട്ടയാടേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ അല്ലാഹുവിന്റെ മുമ്പില് പരലോകവും ഖബറും ബർസഖും കടന്നു പോകുന്ന ഘട്ടങ്ങളുമൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് പടച്ചവനോട് രക്ഷ ചോദിക്കാൻ, വിതുമ്പി കരയാൻ, ആ കണ്ണീര് കൊണ്ട് കവിൾത്തടങ്ങൾ നനയ്ക്കാൻ വിശ്വാസിയെ കൊണ്ടാവണം. റസൂലിന്റെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുവേ പൊട്ടിക്കരയുന്ന കണ്ണുകൾ നീ എനിക്ക് നൽകണേ അല്ലാഹുവേ എന്ന്. എന്റെ അണപ്പല്ലുകൾ ഉഹുദ് മല പോലെ നരകത്തിന്റെ അഗ്നിക്കട്ടകളായി മാറുന്ന ദിവസത്തിന് മുമ്പ് നിന്നെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നീ എനിക്ക് നൽകണേ എന്ന് റബ്ബിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കഴിയണം നമുക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, പടച്ചവനുമായിട്ട് അടുക്കുക എന്നുള്ളതായിരിക്കണം ഈ റമദാന്റെ നമ്മൾ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് റമദാൻ ഉണ്ടായത്, ലഅല്ലക്കും തത്തഖൂൻ. അതിനുവേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയത്, ലഅല്ലക്കും തത്തഖൂൻ. അതിനുവേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്, ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയുടെ കാതൽ, തഖ്വയുടെ ആത്മാവ് ഒരു മനുഷ്യൻ അവന്റെ ഉടമയോടുള്ള ആത്മബന്ധമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിനോട് ആ കാരുണ്യം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.